ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. ഇത് ലോങ് സോക്കിംഗ് ടൈമോ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ്റെ ടൈമോ ഒന്നും ആവശ്യമില്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ്. നമുക്ക് മടി പിടിച്ചിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പി. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു അര കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെളുത്ത കളറിലുള്ള അവലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലോട്ട് അര കപ്പ് നല്ല കട്ടിയുള്ള തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ തൈരും ഈ അവലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ അവലും ഈ തൈര് നന്നായിട്ട് കോട്ട് ചെയ്യുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അവൽ നന്നായിട്ട് സോക്കായി നല്ല മഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ഫോക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷേ അവലിൽ ലംസൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് നല്ല വറുത്തെടുത്തിട്ടുള്ള റവ യൂസ് ചെയ്യാം. നമുക്ക് വറുത്തിട്ട് വാങ്ങിച്ചത് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ റവ നന്നായിട്ട് വറുത്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ തൈര് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തൈര് ചേർക്കേണ്ട, ജസ്റ്റ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിനെ അല്പമായിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു അര കപ്പോളം വെള്ളം ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. പക്ഷേ ഒരു 2-3 സ്റ്റേജസ് ആയിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം നമ്മുടെ പോഹയുടെ അല്ലെങ്കിൽ നമ്മുടെ അവലിൻ്റെ ലംസൊന്നും ഇല്ലാത്ത രീതിയിൽ അതും ആ റവയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു സ്മൂത്തായിട്ട് നിൽക്കണം. ആ ഒരു ഇതിൽ കിട്ടുന്നത് വരെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിന് നമ്മൾക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം റവ ഒക്കെ നല്ലതായിട്ട് വെള്ളം കുടിച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഡ്ലിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ടോട്ടലി ഈ ഒരു ഇഡ്ലിയുടെ മാവിനായിട്ട് ഞാൻ ഏകദേശം 1 കപ്പ് അടുത്ത് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒന്നിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് എല്ലാ സ്ഥലത്തും ആ ഒരു സോഡയുടെ ഇതെത്തുക. പിന്നെ നമുക്ക് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ലിയുടെ നമ്മുടെ തട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ലി റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഓരോ തവി വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം നന്നായിട്ട് ഫില്ലാകുന്നവരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റെസിപ്പി വെച്ച് നമുക്ക് ഏകദേശം ഒരു 12 ഇഡ്ലിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇഡ്ലിയുടെ തട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാം. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു ഇഡ്ലീസിന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഇഡ്ലി ഒരു 16 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല ഫുള്ളായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മുകൾ ഭാഗത്തൊക്കെ നല്ല ഡ്രൈ ആണ്. ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇത് എത്ര മാത്രം നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.